التمسك بالأثر نجاه. 38-ാമത്തെ ഹദീസ്, അതും വളരെ ശ്രേഷ്ഠത നിറഞ്ഞ ഒരു ഹദീസാണ്. ആ ഹദീസിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നത്, ഔലിയാക്കളും ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇന്നഹു അഷ്റഫു ഹദീസിൻ റൂവിയ ഫീ ദിക്രിൽ ഔലിയാ. ഔലിയാക്കളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട ഹദീസുകളിൽ ഏറ്റവും മഹത്വമുള്ള ഹദീസാണിത്. ഈ 38-ാമത് കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് എന്നുള്ളതാണ്. ഔലിയാക്കൾ ആരാണ്, യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ വലിയകൾ ആരാണ് എന്നതിനെ പഠിപ്പിക്കുന്ന ഹദീസാണ്. ഹദീസ് ഇപ്രകാരമാണ്: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഹദീസ് എന്താണ്? ഖുദ്സിയായ ഹദീസാണ്. എന്താണ് പറയുന്നത്? മൻ ആദാ ലീ വലിയൻ, ആരെങ്കിലും എനിക്കുള്ള ഒരു വലിയനോട് ശത്രുത വച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നിലേക്ക് സമീപസ്ഥനാവുകയില്ല, ബിഷൈഇൻ, ഒരു കാര്യം കൊണ്ടു. എങ്ങനെയുള്ള കാര്യമാണ്? അഹബ്ബ ഇലയ്യ, ആ കാര്യം എന്നിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മം കൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല. മിമ്മഫ്തറൗതു അലൈഹി, അവൻ്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നതായ കർമ്മങ്ങൾ കൊണ്ട് അടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഒരടിമക്ക് എന്നിലേക്ക് അടുക്കണമെങ്കിൽ ഒന്നാമതായിട്ട് എന്താണ് വേണ്ടത്? അവൻ്റെ മേൽ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവൻ അടുക്കേണ്ടത്. അതേപോലെ വേറൊരു കാര്യം കൊണ്ടും ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിലേക്ക് അവൻ കടുക്കാൻ സാധിക്കൂല. എന്നിട്ട് പറയുകയാണ്, വമാ യസാലു അബ്ദി, എൻ്റെ ഒരു അടിമ ആയിക്കൊണ്ടേയിരിക്കും, യതഖറബു ഇലയ്യ, അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ബിൻ നവാഫിൽ, ഫർളുകൾക്ക് ശേഷം സുന്നത്തുകൾ കൊണ്ട്, നഫലുകൾ കൊണ്ട്, ഹത്ത ഉഹിബ്ബ, അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെയും. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി, അവൻ കേൾക്കാൻ ഉപയോഗിക്കുന്ന അവൻ്റെ ചെവി ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും. വയദഹു അല്ലതീ യബ്തുഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന അവൻ്റെ കരങ്ങളും നടക്കാൻ ഉപയോഗിക്കുന്ന കാലുകളും. വല ഇൻ സഅലനി, അവൻ എന്നോട് ഏതെങ്കിലും ആവശ്യം ചോദിച്ചാൽ, ലഉഅതിയന്ന, നിശ്ചയമായി ഞാൻ അവനത് കൊടുക്കും. വല ഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അഭയം ചോദിച്ചാൽ അവന് ഞാൻ എന്ത് ചെയ്യും? അഭയം കൊടുക്കും. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരാണ് യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ, ഔലിയാക്കളുടെ രണ്ട് പ്രധാനപ്പെട്ട ദറജകൾ, അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ മൻ ആദാ ലീ വലിയൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് ഔലിയാക്കളുണ്ട് എന്നതിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹുവിന് ചില വലിയകളുണ്ട്. ഇത് ഖുർആനും സുന്നത്തും എല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഖുർആനിൽ കാണാം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അള്ളാഹുവിൻ്റെ വലിയകൾ, അവരുടെ മേൽ ഭയപ്പാടുകളില്ല, അവർ ദുഃഖിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ആരാണെന്നും പറയുന്നുണ്ട്, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ശരിയായ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്, ഇവരാണ് അള്ളാഹുവിൻ്റെ വലിയകൾ. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് പ്രകാരം ഔലിയാക്കളെ പ്രയാസപ്പെടുത്തുന്നത്, അവരെ ഉപദ്രവിക്കുന്നത് എന്താണ്? നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിഷിദ്ധമാണെന്ന് മാത്രമല്ല, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ വലിയകളോട് എന്ത് ചെയ്യുക? അവരെ ഉപദ്രവിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. കാരണം എന്താ? ഇവിടെ ഈ പ്രത്യേകമായ ഈ പണി, ഈ കർമ്മം, അതിന് പ്രത്യേകമായ ശിക്ഷ പറയപ്പെട്ടിരിക്കുകയാണ്. ഏതൊരു കർമ്മത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക ശിക്ഷ പറയപ്പെട്ടിട്ടുണ്ടോ അതെന്താണ്? വൻപാപത്തിൽപ്പെട്ടതാണ്. അപ്പം ഇതിനൊരു ശിക്ഷ പറയപ്പെട്ടിരിക്കുന്നുണ്ട്. എന്താണ് ശിക്ഷ? അള്ളാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് അനുസരണയ്ക്ക്, അല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യുക? പ്രയാസപ്പെടുത്തുക. ദീനിൻ്റെ കാര്യത്തിൽ അവരെ പ്രയാസപ്പെടുത്തലാണ് കേട്ടോ. ദീനിൻ്റെ കാര്യത്തിൽ അവരോട് പ്രയാസപ്പെടുത്തുക. അവർ എന്ത് ചെയ്യുന്നു? ദീൻ പുലർത്തുന്നു എന്നുള്ള കാരണത്താൽ
ദീനിലെ ഏതെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ അവരോട് എന്ത് ചെയ്യുക, പ്രയാസം ഉണ്ടാക്കുക. എന്നാൽ എന്ത് ചെയ്യുന്നു, അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് ഐ അഅലംതുഹു ബിഅന്നി മുഹാരിബുൻ ല, ഞാൻ അവനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, വിളംബരം ചെയ്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അറിയിച്ചിരിക്കുകയാണ് അവന്. ഹൈസു കാന മുഹാരിബൻ ലീ ബിമുആദാതി ഔലിയ, എൻ്റെ ഔലിയാക്കളോട് അവൻ ശത്രുത വെക്കുന്നത് കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച, അവൻ യുദ്ധം ചെയ്തല്ലോ. എൻ്റെ ഔലിയാക്കളോട് ശത്രുത വെക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അതിന് കാരണമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല അവിടെ പറയുന്നത് കാണാം, ഫഔലിയാഉല്ലാഹി തജിബു മുവാലാത്തുഹും, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്, അവരോട് മുവാലാത്ത് നിർബന്ധമാണ്. അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്, നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വതഹറുമു മുആദാത്തുഹും, അവരോട് ശത്രുത വെക്കൽ എന്താണ്, നിഷിദ്ധമായ കാര്യമാണ്. കമാ അന്ന അഅദാഅഹു തജിബു മുആദാത്തുഹും, ഏതുപോലെ അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി ശത്രുത വെക്കൽ എന്താണ്, നിർബന്ധമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ശത്രുത വെക്കുന്ന കുഫാറുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ മുനാഫിഖീങ്ങൾ ഉണ്ടാകും. അവരോടുള്ള മുആദാത്ത് നിർബന്ധമാണ് ഒരു മനുഷ്യന്. വതഹറുമു മുവാലാത്തുഹും, അവരുമായിട്ട് മുവാലാത്ത് സ്ഥാപിക്കൽ എന്തുമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അതേപോലെ തന്നെ ഔലിയാക്കളോട് എന്ത് ചെയ്യുക, മുആദാത്ത് കാണിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അവരോട് മുവാലാത്ത് കാണിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്, എൻ്റെ അടിമ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ട് എന്നോട് എൻ്റെ സാമീപ്യം നേടണമെങ്കിൽ എന്തു വേണം, ഫർളായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഫർളായ കാര്യങ്ങളിലൂടെയാണ് ഒന്നാമതായിട്ട് ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാൻ സാധ്യമല്ല, അമലു സ്വാലിഹാത്തുകൾ ചെയ്യാതെ സാധ്യമല്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ഒരാൾ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഇത് പുരുഷനും സ്ത്രീക്കും ബാധകമായ കാര്യമാണ്. പുരുഷനാണെങ്കിലും എന്താണ്, ഇവിടെ ആബിദി എന്ന് പറഞ്ഞപ്പോൾ അത് പുരുഷനും സ്ത്രീയും ഉൾപ്പെടും. അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. മറ്റൊരു കാര്യം ഇതിൽ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന് ഇഷ്ടമായ സൽപ്രവർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തന്നെയാണ്, ഫർളുകളാണ് എന്ന് ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഫർളുകളില്ലാതെ ഒരാൾ എന്ത് ചെയ്താൽ, സുന്നത്തുകൾ ചെയ്താൽ അത് സ്വീകാര്യമാവുകയില്ല. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മൻ ശഗലഹുൽ ഫർളു അനിൻ നഫ്ലി ഫഹു മഅദൂർ, ഒരാൾ ഫർളുകൾ മാത്രം ചെയ്യുന്നു, നഫലായ കാര്യങ്ങൾ ഐച്ഛികമായതൊന്നും ചെയ്യുന്നില്ല, എന്നാൽ അവൻ ഉദുറുള്ളവനാണ്, അവൻ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ വമൻ ശഗലഹുൻ നഫ്ലു, ഐച്ഛികമായ കർമ്മങ്ങൾ ഒരാളെ വ്യാപൃതനാക്കി, അനിൽ ഫർള്, ഫർളിനെ തൊട്ട് ഫർള് ചെയ്യുന്നില്ല, അവൻ ഐച്ഛികമായ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിർബന്ധമായ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യാണ്, പലതും ഒന്നുകിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പലതും ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ള ഫർളായ കാര്യമാണ്. അവൻ റവാത്തിബുകളും സുന്നത്ത് നോമ്പുകളും മറ്റൊക്കെ ധാരാളം എടുക്കുന്നുണ്ട്, വർഷാവർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യത എന്ത് ചെയ്യുന്നില്ല. അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. മക്കളോട് നീതി പാലിക്കുക എന്നുള്ളത്, അയൽവാസികളോട് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഇത് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവൻ ഫഹു മഗ്റൂറുൻ, അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്. ഇത് പറയുമ്പോൾ ഉലമാക്കൾ ചോദിക്കുന്നുണ്ട്, ഒരാൾ സുന്നത്തുകൾ ധാരാളം ചെയ്യുന്നു, ആ കാരണത്താൽ ഫർളുകൾ ഉപേക്ഷിക്കുന്നു, അത് തന്നെ എന്താണ്, വഞ്ചിക്കപ്പെട്ടവനാണവൻ. എന്നാൽ പിന്നെ കളികളിലും തമാശകളിലും ഭൗതികമായ പല ഏർപ്പാടുകളിലും മുഴുകി ഫർളിനെ തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഫർളായ കാര്യങ്ങൾ തന്നെ പലരും ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇത് സുന്നത്ത് ചെയ്തുകൊണ്ട് ഫർളിനെ ഉപേക്ഷിച്ചാൽ തന്നെ എന്താണ്, ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ കളിയുടെയും വിനോദത്തിൻ്റെയും മറ്റ് ഭൗതികമായ പല കാര്യങ്ങളുടെയും പേരിൽ ഫർളായ കാര്യങ്ങൾ ഒരാൾ ഉപേക്ഷിച്ച അവൻ്റെ അവസ്ഥ എന്താണ്? അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഇമാം അവർ പറയുന്നുണ്ട്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ രണ്ട് കാര്യങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്.
എന്താണത്? ഒന്ന് ഫർളുകൾ വീട്ടുക, ഫർളുകൾക്ക് ശേഷം എന്ത് ചെയ്യുക? സുന്നത്തുകൾ കൊണ്ട്, നഫലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യം. ഇതാണ് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ പറയുന്നു, ഇവിടെ അള്ളാഹു ഈ ഹദീസ് പ്രകാരം ഔലിയാക്കൾ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. രണ്ട് ദറജകൾ അവർക്കുണ്ട്. അള്ളാഹുവിൻ്റെ വലിയകൾക്ക് രണ്ട് ദറജയുണ്ട്. ഒന്ന് മൻ തഖറബ ഇലൈഹി ബി അദാഇൽ ഫറായിദി, ഫർളുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾ. ഫർളുകൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തവനായിട്ട് മാറുക. അവൻ്റെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിർബന്ധ കടമകളെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഫർളുകളിലൂടെ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു ദറജ. അപ്പോൾ വലിയകളിൽ ഒരു വിഭാഗം അതാണ്. അവർ നഫലുകളിൽ ചിലപ്പോൾ ധാരാളം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മുഴുകിയിട്ടുണ്ടാവില്ല, ഫർളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ ശിക്ഷ നേരിടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്ന ഒരാളെന്ത് ചെയ്യുന്നു? ഫർളുകൾ മാത്രം ചെയ്യുന്നു, നിഷിദ്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? ശിക്ഷ നേരിടാതെ അവൻ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടുന്ന ആളുകളാണ്. ഇനി ഏതെങ്കിലും തിന്മകൾ ചെയ്തു പോയിട്ടും അവൻ പശ്ചാത്തപിച്ചാലും ഈ ഗണത്തിലേക്ക് പെടും എന്ന് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ശരിയായ രീതിയിൽ പശ്ചാത്തപിച്ചവൻ എന്താണ്? തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. രണ്ടാമത്തെ വിഭാഗം മൻ തഖറബ ഇലൈഹി ബഅദൽ ഫറായിദ് ബിൻ നവാഫിൽ, ഫർളുകൾക്ക് ശേഷം നവാഫിലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്. ഫദഹറ ബിദാലിക, ഇമാം ഇബ്നു റജബ് അൽ-ഹംബലി റഹ്മത്തുള്ളാഹി പറയാണ്, ഇവിടെ ഇതുകൊണ്ട് വെളിപ്പെട്ടിരിക്കുന്നത് എന്താണ്? അന്നഹു ലാ ത്വരീഖ യൂസിലു ഇല തഖർറുബി ഇലല്ലാഹ് വവിലായതിഹി വമഹബ്ബതിഹി സിവാ ത്വാഅതിഹി അല്ലതി ശറഅഹ അലാ ലിസാനി നബിയി. ഇവിടെ മനസ്സിലാകുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിയിലൂടെ പഠിപ്പിച്ചിരിക്കുന്നതായ ശറഈയായ ത്വാഅത്ത്, അനുസരണങ്ങൾ കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാനും അവൻ്റെ സ്നേഹം കരഗതമാക്കാനും വിലായത്തിൻ്റെ പദവികൾ നേടാനും വേറൊരു വഴിയുമില്ല. ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുക, സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതല്ലാതെ അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ, വിലായത്തിൻ്റെ പദവി ലഭിക്കാൻ വേറൊരു മാർഗത്തില്ല എന്നുള്ളതാണ്. ഇതാണ് മാർഗം. ഫമനിദ്ദഅ വിലായത്തല്ലാഹ് വത്തഖർറുബ ഇലൈഹി വമഹബ്ബതഹു ബിഗൈരി ഹാദിഹി ത്വരീഖ്, ഈ വഴിയല്ലാതെ വേറെ ഏതെങ്കിലും വഴി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിലായത്തും അവനിലേക്കുള്ള അടുപ്പവും സ്നേഹവുമെല്ലാം ആരെങ്കിലും വാദിക്കുന്നുണ്ട് എങ്കിൽ തബയ്യന അന്നഹു കാദിബുൻ ഫീ ദഅവ, അവൻ കള്ളനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അവൻ്റെ വാദം എന്താണ്? വ്യാജവാദമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കമാ കാനൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങളായിരുന്നതുപോലെ യതഖറബൂന ഇലല്ലാഹി ബിഇബാദതി മൻ യഅബുദൂനഹു മിൻ ദൂനി കമാ ഹകമ അല്ലാഹു അൻഹും അന്നഹും ഖാലു മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചവരാണ്. മുശ്രിക്കീങ്ങളുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിൻ്റെ വലിയാകണം, അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്താണ് അവർ ചെയ്തത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, അല്ലെങ്കിൽ മലായിക്കത്തുകൾ, ഇവരോട് ഇബാദത്ത് ചെയ്യുന്നു, അവരോട് ദുആ ചെയ്യുന്നു, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നു. എന്നിട്ട് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നിവർ വാദിക്കുകയാണ്. ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള, വിലായത്ത് ലഭിക്കാനുള്ള മാർഗമാണോ? അല്ല. അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കണം, സ്നേഹം ലഭിക്കണമെങ്കിൽ ഉള്ള മാർഗം എന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അവൻ ഐച്ഛികമാക്കി പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമേ അതിനുള്ള മാർഗമുള്ളൂ. എന്നിട്ട് ഇമാം ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് വീണ്ടും വിശദീകരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഔലിയാക്കൾക്ക് രണ്ട് മർത്തബയുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഫർളുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? അടുക്കുക. ഖുർആൻ അവരെ പഠിപ്പിക്കുന്നത് അൽ മുഖ്തസദീൻ എന്നാണ്. മുഖ്തസിദുകളാണവർ, അല്ലെങ്കിൽ അസ്ഹാബുൽ യമീൻ എന്ന് ചില സ്ഥലങ്ങളിൽ കാണാം. വലതുപക്ഷത്തിൻ്റെ ആളുകളാണ്, മുഖ്തസിദുകളാണവർ. അപ്പോൾ ഫർളുകൾ ചെയ്യലാണ് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അഫ്ളലുൽ അഅമാലി അദാഉ മഫ്തറല്ലാഹ്, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. വൽ വറഉ അമ്മാ ഹറമല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാതിരിക്കാനുള്ള സൂക്ഷ്മതയുമാണ്. വസിദ്ഖുൻ നിയ്യത്തി ഫീമാ ഇൻദല്ലാഹ്, ഈ അമലുകളെല്ലാം ചെയ്യുമ്പോൾ എന്തും വേണം? സുദ്ഖ് വേണം, ഇഖ്ലാസ് വേണം. എന്നാൽ അത് എന്ത് ചെയ്യുള്ളൂ? യഥാവിധം സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് ഇമാം അവറുകൾ വീണ്ടും വിശദീകരിക്കുകയാണ്, ഫർളുകളാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രമുഖമായതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? നമസ്കാരമാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വസാജിദുൻ, ഒരടിമ അവൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് വരുന്നപ്പോഴാണ്? സുജൂദ് ചെയ്യുമ്പോൾ. അപ്പം അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല കർമ്മം ഏതാണ്? നമസ്കാരങ്ങൾ തന്നെയാണ്, സുജൂദാണ്. ഇദാ കാന അഹദുകും യുസല്ലി ഫഇന്നമാ യുനാജി റബ്ബ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുമായിട്ട് എന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത അവസ്ഥയിലാണെന്ന് അർത്ഥം. അള്ളാഹുവുള്ള സംസാരമാണത്. ഔ റബ്ബുഹു ബൈനഹു വബൈനൽ ഖിബ്ല, അങ്ങനെയാണ് ചില റിപ്പോർട്ടുകൾ. അവൻ്റെയും അവൻ്റെ ഖിബ്ലയുടെയും ഇടയിൽ എന്തുണ്ട്? റബ്ബുണ്ട് എന്നുള്ളതാണ്. അപ്പം നമസ്കാരത്തിലാണ് റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് വരിക. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യംസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്ത്, ഒരു അബ്ദ് അടിമ നമസ്കരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ വജ്ഹ് ഈ അടിമയിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ്. മാലം യൽതഫിത്, അവൻ തിരിഞ്ഞു കളയാത്ത കാലത്തോളം. അവൻ നല്ല ശ്രദ്ധയോടെ സൂക്ഷ്മമായി അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നമസ്കരിക്കുന്നത് എങ്കിൽ അള്ളാഹു അവനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശ്രദ്ധ തെറ്റിയോ എന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? അവൻ്റെ മുഖം തിരിച്ചു കളയുന്നതാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതാണ് ഏറ്റവും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഫർള്. രണ്ടാമതായി ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത്, വമിനൽ ഫറായിദിൽ മുഖർരിബ ഇലൈഹി, അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന ഫറായിലുകളിൽ, നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ് അദ്ലുർ റാഇ ഫീ റഅയ്യതി. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധികാരമുള്ള ഒരാൾ അവൻ്റെ താഴെയുള്ള ആളുകളോട് നീതി പാലിക്കുക എന്നുള്ളതാണ്. സവാഉൻ കാനത്ത് റാഇയ ആമ്മ ഔ ഖാസ, അത് ഒരു ഭരണാധികാരി രാജ്യത്തിൻ്റെ ഭരണാധികാരി പ്രജകളോട് ചെയ്യുന്നതാകട്ടെ, ഭരണീയരോട് ചെയ്യുന്നതാകട്ടെ, അല്ലെങ്കിൽ ഖാസായ ഒരു പിതാവ് തൻ്റെ മകനോട് ചെയ്യുന്നതാകട്ടെ, ഏതാകട്ടെ, ഒരാൾ അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതകളുണ്ടോ മറ്റുള്ള ജനങ്ങളോട് ചെയ്യേണ്ടത്, ഇതിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് അപകടമാണ്. നീതിയോടെ പ്രവർത്തിച്ചാൽ എന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനമുള്ള ഫർളാണ് അതെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ദർജ. രണ്ടാമത്തെ ദർജ ഔലിയാക്കളുടെ ദർജത്തു സാബിഖീൻ, മുൻകടന്നു പോകുന്ന ആളുകളാണ്. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് വളരെയധികം മുന്നോട്ട് സഞ്ചരിക്കുന്ന ആളുകൾ. അവരാരാണ്? ഫർളുകൾക്ക് ശേഷം സുന്നത്തുകൾ ചെയ്യുന്നു, അതേപോലെ തന്നെ സൂക്ഷ്മമായ മക്രൂഹാത്തുകൾ വരെയും എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അങ്ങനെയുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അത് മുഖേന അള്ളാഹുവിൻ്റെ മഹബത്ത്, പ്രത്യേകമായ മഹബത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവന് കിട്ടും. അതല്ലാത്ത ആളുകൾക്കും അള്ളാഹുവിൻ്റെ മഹബത്തുണ്ട്. ആദ്യം പറഞ്ഞ ദർജക്കാർക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായി അള്ളാഹു അവൻ്റെ മഹബത്ത് ഉള്ളതിനോടൊപ്പം വേറൊരു മഹബത്താണിത്. ഇതാണ് വിലായത്തിൻ്റെ മറ്റൊരു പദവി. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, അങ്ങനെ നവാഫിലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽപ്പെട്ടത് ഒന്ന് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹി ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഫർളായ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ സുന്നത്തായിട്ട് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, അവൻ്റെ കലാം ഖുർആൻ വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. ബിതഫക്കുരിൻ വതദബ്ബുരിൻ വതഫഹുമി, നല്ല തദബ്ബുറോടെ അതിൻ്റെ ആശയങ്ങൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക. ഇത് വിശ്വാസികൾ ദിനേന ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സലഫുകൾ വലിയ പ്രാമുഖ്യം കൊടുത്ത കാര്യമാണിത്. സലഫുകളിൽ പലരും എന്ത് ചെയ്യുമായിരുന്നു? ഓരോ ആഴ്ചകളിൽ ഖത്തം പൂർത്തിയാക്കുമായിരുന്നു. അപ്പോൾ മാസത്തിലെങ്കിലും
ഒരു ഖത്തം പൂർത്തിയാക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട് വിശ്വാസികൾക്ക്. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖറബ് ഇലല്ലാഹ് മസ്തതഅത, നിനക്ക് കഴിയുന്ന അമലുകൾ കൊണ്ട് നീ അള്ളാഹുവിലേക്ക് അടുത്തുകൊള്ളുക. വഅലം, നീ അറിയണം, അന്നക ലൻ തതഖറബ ഇലൈഹി ബിശൈഇൻ ഹുവ അഹബ്ബു ഇലൈഹി മിൻ കലാമി, അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ട്, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അവനിലേക്ക് അടുക്കുന്നത് പോലെ വേറൊരു കാര്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അടുക്കാൻ സാധിക്കൂല. അപ്പോൾ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പറയാനാണ്. രണ്ടാമത് ഇമാം അവറുകൾ പറയുന്നതാണ്, വമിൻ ദാലിക കസറത്തു ദിക്രില്ലാ, ധാരാളം അള്ളാഹുവിനെ സ്മരിക്കലാണ്. അല്ലദീ യതവാത്തഉ അലൈഹിൽ ഖൽബു വൽ ലിസാൻ, കേവലം ദിക്റുകൾ പറയലല്ല നാവ് കൊണ്ട്, ഹൃദയവും നാവും എന്ത് ചെയ്യുക, ഒരുമിച്ച് കൊണ്ടുള്ളതായ ദിക്റുകളാണ്. മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. അതേപോലെ വഅഖറബിഹാ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പം കിട്ടുന്ന. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹി തആല, നീ മരിക്കുമ്പോൾ നിന്റെ നാവ് ദിക്ർ കൊണ്ട് നനവുള്ളതാവുക, ദിക്ർ ഇടക്ക് പറയുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന പല വ്യാജ ദിക്ർ ഹൽക്കകളും സ്വലാത്ത് ഹൽക്കകളോടുമുള്ള ദേഷ്യം കൊണ്ട് പലരും എന്ത് ചെയ്തു, ദിക്ർ തന്നെ മറന്നുപോയിട്ടുണ്ട്, സ്വലാത്തുകൾ മറന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള ദിക്റുകൾ പറയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചില ആളുകൾ പറഞ്ഞു, ദിക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ മാത്രം ഉള്ള കാര്യമാണ്, നാവ് കൊണ്ട് ഇങ്ങനെ എണ്ണി പറയേണ്ട കാര്യമല്ല എന്ന് ചില ആൾക്കാർ അതിനെ പരിഹസിച്ചിട്ട് വരുന്നുണ്ട്. ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേക സമയങ്ങളിൽ പറയപ്പെടുന്ന ദിക്റുകളുണ്ട്. മുത്തലക്കൻ നിരുപാധികം അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്, ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ല മൂന്നാമതായി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുക എന്നുള്ളത്, അവൻ്റെ ഇഷ്ടക്കാരെ സ്നേഹിക്കുക എന്നുള്ളത്, അവൻ്റെ ശത്രുക്കളോട് മുആദാത്ത് കാണിക്കുക, ശത്രുത കാണിക്കുക എന്നുള്ളതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സിർറ്, അതിൻ്റെ രഹസ്യം, അതിൻ്റെ ആശയം തന്നെ അതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിക്കുക, അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളെ സ്നേഹിക്കുക, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളോട് വെറുപ്പ് കാണിക്കുക, അവൻ വെറുക്കുന്ന ആളുകളോട് വെറുപ്പ് കാണിക്കുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തന്നെ എന്ത് പൊരുൾ, അതിൻ്റെ രഹസ്യം എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇബ്രാഹിം ഖലീലുള്ള, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത രണ്ട് പ്രവാചകന്മാരാണ്. ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഇബ്രാഹിം അലൈഹി വസല്ലം. രണ്ടും ഖലീലുകളാണ്. ഖുല്ലത്താണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി അള്ളാഹുവിലേക്കുള്ള ബന്ധത്തിൽ. അത് ലഭിച്ചവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ വിവരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഈ അള്ളാഹുവിൻ്റെ ആളുകളെ സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നു, അവൻ്റെ ശത്രുക്കളോട് എന്ത് ചെയ്യുന്നു, മുആദാത്ത് കാണിക്കുന്നു. ഇതാണ് അതിൻ്റെ രഹസ്യം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗമാണെന്ത്, ഔലിയാക്കൾ. ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് തെളിവ്? അള്ളാഹു പറയുന്നത് കാണാം, സുമ്മ ഔറസനൽ കിതാബ അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, പിന്നെ നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ ഖുർആൻ നൽകി. ഫമിൻഹും, മുഅ്മിനീങ്ങൾക്ക്, ഫമിൻഹും അവരിൽ മൂന്ന് വിഭാഗമുണ്ട്. വാലിമുൻ ലിനഫ്സി, നഫ്സുകളോട് അക്രമം ചെയ്ത ആൾക്കാരുണ്ട്. ഖുർആൻ സ്വീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലുള്ള ചില ആളുകളെ കുറിച്ച് മൂന്ന് വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ നന്മ ചെയ്യുന്നവരാണ്, കൂടെ എന്തും ചെയ്യും, തിന്മയും ചെയ്യും. വമിൻഹും മുഖ്തസിദുൻ, അവരിൽപ്പെട്ട വേറൊരു വിഭാഗമാണ് ആര്, മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ അവർ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നു, നിഷിദ്ധമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അതിൽ മറ്റൊരു വിഭാഗമാണെന്ത്, ഖൈറാത്തുകൾ കൊണ്ട് മുൻകടന്നിരിക്കുന്ന ആളുകൾ. ബിഇദ്നില്ലാഹി തആല, ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അപ്പോൾ ഔലിയാക്കളുടെ രണ്ട് ഭാഗമാണ് അവസാനം പറഞ്ഞത്. അവസാനം പറഞ്ഞവരാണ് ഏറ്റവും ഉന്നത ദർജയിലുള്ളവർ. അവർ ഹിസാബോ അദാബോ ഇല്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. രണ്ടാമത് പറഞ്ഞവർക്കും എന്താണ്, ശിക്ഷ കൂടാതെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞ ആളുകളുണ്ടല്ലോ, വാലിമുൻ ലിനഫ്സി, സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തവർ, അവർ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരുമാണ്. അവരുടെ നന്മ തിന്മകൾ അല്ലാഹു എന്ത് ചെയ്യും, നേരത്തെ ഹദീസ് സൂചിപ്പിച്ചതുപോലെ തൂക്കി കണക്കാക്കും. തൂക്കുമ്പോൾ തിന്മയേക്കാൾ കൂടുതൽ നന്മയാണ് എങ്കിൽ അവരും എന്ത് ചെയ്യും, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പോകും. നന്മയും തിന്മയും ഒരേപോലെയാണ്
എന്നാൽ അവർ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള സ്ഥലത്ത് അഹ്ലുൽ ആറാഫുകളായിട്ട് പരിഗണിക്കും. ശേഷം അള്ളാഹു കുറേ കാലത്തിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ല, ഒരാളുടെ തിന്മയാണ് നന്മയേക്കാൾ കൂടുതൽ എങ്കിൽ അവനെന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കും. ചിലപ്പോൾ ഏതെങ്കിലും അമ്പിയാക്കളുടെയോ സാലിഹീങ്ങളുടെയോ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമുള്ള ശുപാർശകാരൻ എന്ത് ചെയ്തേക്കാം? ചിലപ്പോൾ അവരും സ്വർഗത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെട്ടേക്കാം. ചിലപ്പോൾ നരകത്തിൽ പ്രവേശിച്ചാലും എന്ത് ചെയ്തേക്കാം? ശുപാർശ കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് രക്ഷപ്പെടും എന്നുണ്ടെങ്കിൽ തൗഹീദുള്ളവരാണ് എങ്കിൽ. എന്നിട്ട് ഹദീസിൽ പറയുന്നത്, അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കേൾവി, അവൻ്റെ കാഴ്ച, അവൻ്റെ കരം, അവൻ്റെ കൈകളെല്ലാം ഞാനായി മാറും എന്നാണ് പറഞ്ഞത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ ഒരു ഫായിദ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു, ഈ ഹദീസിലെ ഖുദ്സി ഹദീസാണ്, ഇവിടെ സമഅ ബസർ യദ് റിജ്ൽ, കേൾവി, കാഴ്ച, കൈകാല്, ഇത് പ്രത്യേകം പറഞ്ഞു. നാവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഈ 2-4 അവയവങ്ങളാണ്. ഇതിൽ കേൾവിയും കാഴ്ചയുമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ളതായ ആലാത്തുകൾ, ഉപകരണങ്ങൾ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്തൊക്കെയാണ്? അവൻ്റെ കാഴ്ചയും കേൾവിയുമാണ്. ഇങ്ങനെ ഹൃദയത്തിലെത്തിയിരിക്കുന്ന ഒരു കാര്യം അവൻ്റെ മനസ്സിൽ ചില ചിന്തകളായി മാറുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ത്? കൈകളും കരങ്ങളിലൂടെയുമാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരാളുടെ കാഴ്ചയും കേൾവിയും സുരക്ഷിതമായി മാറിക്കഴിഞ്ഞാൽ അവനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ആലാത്തുകൾ, ഉപകരണങ്ങൾ എന്തായി മാറി? സംരക്ഷിക്കപ്പെട്ടതായി. അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്നർത്ഥം, അള്ളാഹു അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവനെ അവൻ ഇഷ്ടപ്പെടുകയുള്ളൂ, അള്ളാഹു ഇഷ്ടപ്പെട്ടവനെ അവൻ കേൾക്കുകയുള്ളൂ, കാണുകയുള്ളൂ, പിടിക്കുകയുള്ളൂ, നടക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. അറിയപ്പെട്ട കാര്യമാണ് ഈ ഹദീസ് അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ പറയുക എന്നുള്ളത് ശരിയല്ല, മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് അള്ളാഹു അവൻ്റെ കണ്ണും കാതും കയ്യും കാലുമാവുക എന്നുള്ളത് എന്തല്ല, സാധ്യമായ കാര്യമല്ല, ഒരിക്കലും ശരിയായ കാര്യമല്ല. പിന്നെ അവിടെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം 2 രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾ എന്ത് ചെയ്തപ്പോൾ അമലുകളിലൂടെ, ഫർളുകളിലൂടെ, നവാഫിലുകളിലൂടെ അടുത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫിള സമഅഹു, അവൻ്റെ കേൾവിയെ അള്ളാഹു സംരക്ഷിച്ചു. ഫയകൂനു സമഉഹു താബിഅൻ ലിമാ യുർദില്ലാഹി അസ്സ വജൽ. അപ്പോൾ അവൻ്റെ കേൾവി എന്തായി? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യത്തെ മാത്രം കേൾക്കുന്ന രീതിയിലുള്ള അതിന് താബിയായതായി മാറി. അതേപോലെ തന്നെ കയ്യും കാലുമെല്ലാം അങ്ങനെ തന്നെ. മറ്റൊരർത്ഥം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാഴ്ചയിലും കേൾവിയിലും നടത്തത്തിലും പിടുത്തത്തിലുമെല്ലാം നന്മയിലേക്കുള്ള തൗഫീക്ക് നൽകും എന്നാണ്, സദാദ് നൽകും. നല്ലത് കാണാനും നല്ലത് കേൾക്കാനും അതേപോലെ തന്നെ നല്ലത് പ്രവർത്തിക്കാനും നല്ലതിലേക്ക് നടക്കാനുമുള്ളതായ തൗഫീക്ക് അള്ളാഹു നൽകും. അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഫമതംതല അൽ ഖൽബു ബിഅദമത്തില്ലാഹി തആല, അതായത് അള്ളാഹുവിലേക്ക് ഈ രീതിയിൽ അമാലുകൾ ചെയ്തുകൊണ്ട് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം അവന് കിട്ടി, സ്നേഹം കിട്ടി. ഇതൊരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മഹാദാലിക മിനൽ ഖൽബി കുല്ലമാ സിവ, അള്ളാഹു അല്ലാത്ത സകലതിനെയും എന്ത് ചെയ്യും? ഹൃദയത്തിൽ നിന്ന് അത് മാച്ചു കളയും. വലം യബ്ഖ ലിൽ അബ്ദി ശൈഉം മിൻ നഫ്സിഹി വഹവാ, പിന്നെ അവൻ്റെ ദുഷിച്ച ഇച്ഛകളും മനസ്സിൻ്റെ തോന്നലുകളുമൊന്നും എവിടെ അവശേഷിക്കൂല? അവൻ്റെ ഹൃദയത്തിൽ അവശേഷിക്കുകയില്ല. വലാ ഇറാദത ഇല്ലാ ലിമാ യുരീദുഹു മിൻഹു മൗല, അവൻ്റെ മൗലയായ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ ഉദ്ദേശമായിട്ട് വരികയുള്ളൂ. ഫഹീന ഇദിൻ ലാ യംതിഖുൽ അബ്ദു ഇല്ലാ ബിദിക്രി, അപ്പോൾ അവൻ്റെ സംസാരങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കും. വലാ യതഹറകു ഇല്ലാ ബിഅംരി, അവൻ്റെ കൽപ്പനയാലല്ലാതെ അവൻ ചലിക്കുകയില്ല. ഫഇൻ നതഖ നതഖ ബില്ലാഹ്, അവൻ സംസാരിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് സംസാരിക്കും. വഇൻ സമിഅ സമിഅ ബി, കേട്ടാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ട് കേൾക്കും. വഇൻ നദറ നദറ ബിഹി വഇൻ ബതശ ബതശ ബി ഫഹാദാ ഹുവൽ മുറാദു ബിഖൗലിഹി കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി. ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വമൻ അഷാറ ഇലാ ഗൈരി ഹാദാ, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും അർത്ഥം ഇതിനാരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ ഫഇന്നമാ യുഷീറു ഇലൽ ഇൽഹാദ്,
അവൻ മതനിഷേധത്തിലേക്കാണ് ചൂണ്ടുന്നത്. മിനൽ ഹുലൂലി അവിൽ ഇത്തിഹാദ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളിലേക്ക് ഇറങ്ങി വരും എന്നുള്ള മതനിഷേധം പ്രചരിപ്പിക്കുന്ന സൂഫികളെ പോലെ, അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായി മാറും എന്നുള്ള ഇത്തിഹാദിൻ്റെ ആശയം പോലെ. വല്ലാഹു വറസൂലുഹു ബരീആനി മിൻ, അള്ളാഹുവും റസൂലും ഇതിൽ നിന്നെന്താണ്, ഒഴിവാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്തായി മാറി? അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തന്നെയായി അവൻ്റെ കണ്ണും കാതും കേൾവി. അപ്പം അള്ളാഹു കാണുന്നത് പോലെ ഇവൻ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കും. ഇത് മതനിഷേധമാണ്. അത് എന്താണ്? ഇൽഹാദിലേക്ക് നയിക്കുന്നതാണ്. അതല്ല അതിൻ്റെ വ്യാഖ്യാനമെന്ന് ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറയുകയാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, അവൻ എന്നോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അവന് കൊടുക്കും. എന്നോട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇസ്തിആദ നടത്തിയാൽ അവന് ഞാൻ അഭയം കൊടുക്കും. അവൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ സാധിച്ചു കൊടുക്കും. അവൻ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? നിർഭയത്വം കൊടുക്കും. ഇത് അള്ളാഹുവിൻ്റെ വലിയകൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫضലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഇതാണ് 38-ാമത്തെ ഹദീസിൻ്റെ ആകത്തുക.